കസബ് ഒമാൻ പ്രവാസിയായിട്ട് 15 വർഷമായിട്ട് ജീവിതം നയിച്ച് പിന്നെ നാട്ടിലേക്കൊക്കെ പോയിട്ട് പ്രവാസ ജീവിതം ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് അവസാനം വീണ്ടും കസബിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട അൻവർക്കയുടെ ഇവിടുത്തെ പ്രവാസ ജീവിതവും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവുമ്പോൾ ഉണ്ടായ കസബും ഇപ്പോഴത്തെ കസബും എങ്ങനെയൊക്കെയാണ്, പിന്നെ നാട്ടിൽ എങ്ങനെയായിരുന്നു, നാട്ടിൽ എന്താണ് ബിസിനസ് ചെയ്തത്, തിരിച്ച് ഇങ്ങോട്ട് പോകുന്ന ഇതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഒരു പ്രവാസി എന്ന നിലയ്ക്ക് പ്രവാസി ആയ അൻവർക്കാട് തന്നെ ചോദിക്കാം. പിന്നെ അൻവർ വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. നല്ല വിശേഷം. വന്നിട്ടിപ്പോ ഇവിടെ കസബിലേക്ക് വന്നിട്ട് ഇപ്പൊ എത്രയായി? ഇപ്പൊ വന്നിട്ടൊരു 10-13 ദിവസമായി. 13 ദിവസം അല്ലെ? അപ്പോ 13 ദിവസമായിട്ട് ഇപ്പൊ വിസിറ്റിലാണോ വിസയാണോ എങ്ങനെയാണ് സംഭവം? ഇല്ല, ഇപ്പൊ വിസിറ്റിലാണല്ലേ? ഇപ്പൊ ഇങ്ങനത്തെ വിസ അടിക്കാനുള്ള പ്ലാൻ ഉണ്ടോ? വിസ അടിച്ച് പഴയ ചെയ്യാൻ തന്നെയാണ്. അങ്ങനെയാണ്. പഴയ മുമ്പ് എന്തായിരുന്നു? മുമ്പ് നമ്മൾ ഇവിടുന്ന് ദുബൈക്ക് മീൻ കയറ്റി വിടില്ല. ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. എക്സ്പോർട്ട് മീന് ഏതൊക്കെ തരം മീന്? അങ്ങനെ എല്ലാതരം നാട്ടിൽ കാണാത്ത മീൻ പോലും ഇവിടെ കൂടുതലും ശരിക്കും വലിയ മീനുകളാണല്ലേ? കൂടുതലും വലിയ മീനാണ് ഇവിടെ. അയില, മത്തി, അങ്ങനത്തെ മത്തി എല്ലാം ഉണ്ട്. നമ്മളെ ഹിന്ദികള്, ശ്രീലങ്ക, ബംഗാളികള്, അങ്ങനെ മറ്റുള്ള വലിയ വലിയ മീനാണ്. അറബികള്. ഇവിടെ മുമ്പ് നിങ്ങൾ വരുന്ന ഏത് വർഷത്തിലായിരുന്നു ഇവിടെ കസബിലേക്ക് വന്നത്? ഞാനിവിടെ വന്നത് 2004 2004 എന്ന് പറയുമ്പോഴേക്ക് വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ആയിട്ടുണ്ടാവില്ല ഇവിടെ ശരിക്കും അല്ലേ? ഇല്ല, ഇവിടെ ഇപ്പം 2 വേ റോഡെല്ലാം ഇല്ലേ? അന്ന് ഒരു ചെറിയ റോഡ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ മറ്റേ ഡിവൈഡർ ഒക്കെ വന്ന് ഇവിടെ ലുലു ഇല്ല, അങ്ങനെയുള്ള ഒരുവിധ കാര്യങ്ങളൊന്നും ഇല്ല. ലുലു വന്നിട്ട് ഇപ്പൊ ശരിക്കും ഇവിടെ എത്ര വർഷമായിട്ടുണ്ടാവും? ലുലു വന്നിട്ട് എന്റെ അഭിപ്രായത്തിൽ ഒരു 10-12 12 വർഷം അല്ലേ? ലുലു ഈ വന്നതിന് ശേഷം ആണ് കുറച്ചും കൂടി ഇവിടെ ഒരു ചെറിയൊരു ഇംപ്രൂവ്മെന്റ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഒരു ചെറുതായിട്ടുള്ള ചെറിയൊരു മാറ്റം വന്നത്. ഇപ്പൊ നിങ്ങളിപ്പോ പോയിട്ട് ഇപ്പൊ എത്ര വർഷമായി ഇവിടുന്ന്? ഞാനിപ്പോ പോയിട്ട് വരുന്ന സമയത്താണ് കൊറോണ വന്നത്. അപ്പൊ പിന്നെ വരാൻ പറ്റിയില്ല. കൊറോണ സമയത്ത് അൻവർക്ക് എവിടെ ഉണ്ടോ? ഇല്ല, നാട്ടിലായിരുന്നു അല്ലേ? നാട്ടിലുണ്ടാവുമ്പോ കൊറോണ ഉണ്ടായ സമയത്ത് ലോക്ക്ഡൌൺ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ കളിച്ചത് പറയേണ്ടി വരും. കംപ്ലീറ്റ് ബ്ലോക്കാണ് സാധനം. പിന്നെ വളണ്ടിയർമാർ, നമ്മളെ ഡിവൈഎഫ്ഐന്റെ വളണ്ടിയർമാർ നമുക്ക് സാധനങ്ങൾ എത്തിച്ചേരും. നമ്മളെ ടൈമിന് കിട്ടിയില്ലെങ്കിൽ നമ്മളൊരു വേലിയാടിയിട്ട് പോക്കുണ്ട്. അങ്ങനല്ലോ, അതൊരു രസമായിരുന്നു. കുറച്ച് എന്താ പറയണ്ടേ, ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ വീട്ടിന്റെ അടുത്തോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ കുടുംബത്തിലാർക്കെങ്കിലും കൊറോണ വന്നിട്ടുണ്ടോ? ഒരുപാടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ അനുജനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് ഈ രോഗികളെ പോവാണെങ്കിൽ നമുക്ക് വന്നിട്ടില്ല. മത്സ്യത്തിന്റെ അപ്പൊ ഇവിടെ മത്സ്യമാണ്, നാട്ടിലും മത്സ്യം. അവിടെ മുമ്പ് ഫസ്റ്റ് വരുന്ന സമയത്ത് അതിനു മുമ്പും മത്സ്യം തന്നെയാണ്. മുമ്പും മത്സ്യത്തിന്റെ അത് ഇവിടെ ആദ്യമായിട്ട് വന്ന എന്ത് പരിപാടിയായിരുന്നു ഇവിടെ? ആദ്യമായിട്ട് ഞാൻ വന്നത് ഒരു കഫ്റ്റീരിയ വിസക്കാണ്. അപ്പൊ എനിക്ക് താല്പര്യമില്ലാത്തൊരു സംഭവമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്നത് നമ്മളെ തലശ്ശേരി സാദിഖെന്ന് പറഞ്ഞാൽ അറിയല്ലോ? സാദിഖാന്റെ ഇതില് സാദിഖാന്റെ അനിയ എന്റെ സുഹൃത്താണ് ഷക്കീറാണ് എന്നെ കൊണ്ടുവന്നത്. അപ്പൊ ആ കഫ്റ്റീരിയന്റെ പണി എനിക്ക് പിടിക്കൂല എന്ന് പറഞ്ഞ് ഞാൻ സാദിഖാനോട് ഞാൻ എന്ത് പണി എടുത്തോളാം സാദിഖ് പറഞ്ഞ അങ്ങനെ ഞാൻ കൺസ്ട്രക്ഷൻ വർക്കിന് പോയി. അത് കഴിഞ്ഞ് പിന്നെ കൺസ്ട്രക്ഷൻ വർക്ക് നാട്ടില് ഈ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തിരുന്നോ? ഞാൻ നാട്ടിലെടുക്കാത്ത ഒരു പണിയില്ല. ഇല്ല. കടലിൽ വരെ പോയിട്ടുണ്ട്. കടലിൽ പോയിട്ടുണ്ട്. പിന്നെ ഈ കൺസ്ട്രക്ഷൻ വർക്ക് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്ക് നാട്ടിലെ ഇതായിട്ടും കുറച്ചും കൂടി കഷ്ടപ്പാട് കൂടുതലല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഇവിടെ ഈ വെയിലും ചൂടും ചൂടിന്റെ പ്രശ്നമുണ്ട്. പക്ഷെ ചൂടിനെ കുറിച്ച് പറയാന്ന് വെച്ചാല് നമുക്ക് ഇവിടുത്തെ താങ്ങാൻ പറ്റുന്നില്ല. നാട്ടിലെ ഇപ്പോഴത്തെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല. അത്രയും ചൂടാണ്. ഇപ്പൊ ഈ നാട്ടില് ഇപ്പൊ നിങ്ങൾ വരുന്ന സമയത്ത് മഴയായിരുന്നു? അല്ല, ഭയങ്കര ചൂടാ. ഇടയ്ക്ക് മഴ പെയ്യും. അത് പിന്നെ അടിച്ച് തിമിർത്ത് മഴയും പെയ്യും. മഴ കഴിഞ്ഞ ഉടനെ പിന്നെ ചൂട് തുടങ്ങും. അതെ, പഴയ കാലാവസ്ഥ അല്ല ഇത്. ഇപ്പൊ ശരിക്കും നിങ്ങള് കൊറോണക്ക് മുമ്പാണ് നാട്ടിൽ പോയത്? അതെ. അപ്പൊ 2-2.5-3 വർഷമായിട്ടുള്ളൂ പോയിട്ടല്ലേ? ഇല്ല, 4 വർഷം കഴിഞ്ഞു. 4 വർഷം കഴിഞ്ഞു.
കൊറോണ ഈ 2018 അല്ലേ? 5-ാമത്തെ വർഷം. 5-ാമത്തെ വർഷം, ശരിയാണ്. അപ്പോ ഇപ്പൊ ഇവിടെ ഈ ഒരു ഇതില് നിങ്ങളുടെ കസബ് മുമ്പത്തെ അതിനെ കസബിനൊന്ന് ശരിക്കൊന്ന് വർണ്ണിക്കാമോ? ഇപ്പൊ പഴയ കസബ് ഇപ്പോഴത്തെ കസബായിട്ട്. ഇപ്പോഴത്തെ കസബ് എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും 5 വർഷം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ നമ്മൾ സ്ഥിരമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന മീനുണ്ടല്ലോ, മീനാന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. കാരണം ഞാൻ പോകുന്ന സമയത്ത് നമ്മളെ അഹമ്മദ് ദേവിന്റെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാല് കംപ്ലീറ്റ് ബിൽഡിങ് മീൻ മാർക്കറ്റ് വരുന്നുണ്ട്. ഒന്നും മനസ്സിലാകുന്നില്ല, നമ്മൾ എവിടെ വെച്ചിട്ടാ ജോലി ചെയ്തെന്ന് പോലും മനസ്സിലാവുന്നില്ല. ശരിയാണ്, മാറ്റം വന്നു. അത്ര ഒരുപാട് മാറ്റം വന്നു കസബില്. മീനയിലേക്കാണ് കൂടുതലും മാറ്റം വന്നിട്ടുള്ളത്. അതെ, മീനയിലാണ്. അപ്പോ പഴയ ആൾക്കാരും നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? ഇവിടെ കണ്ടപ്പോ ഒരു ഉണ്ടാവല്ലോ, ഒരു 4 വർഷം 5 വർഷത്തിന് ശേഷമാണല്ലോ ഇപ്പൊ കസബിലേക്ക് വരുന്നത്. ഒരുപാട് പഴയ ആൾക്കാർ ഒരുപാട് ക്യാൻസൽ ആയിട്ട് പോയി. ഓക്കെ. എന്നാൽ എന്റെ കൂടെ വർക്ക് ചെയ്ത കുറെ ആൾക്കാരുണ്ട്, ബംഗാളികളുണ്ട്, നമ്മളെ മലയാളികളും എല്ലാവരും ഉണ്ട്. നല്ല സമീപനാണ്. അതെ, ഓക്കെ. പ്രവാസികൾക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ, ഒരു കുടുംബത്തിന്റെ ഒരാള് എവിടെയോ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കുള്ള ആ ഒരു ഫീലിംഗ് ആയിരിക്കും അല്ലെ ശരിക്കും പ്രവാസികൾക്ക്. ഈ പ്രവാസികളെ കുറിച്ചിട്ട് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? ഈ നാട്ടിൽ ഉള്ള ഇപ്പൊ നമ്മളിപ്പോ ഈ പ്രവാസികളാണല്ലോ ശരിക്കും നമ്മളിവിടെ ഈ കഷ്ടപ്പെട്ട് പണിയെടുത്ത് നാട്ടിലേക്ക് ഇപ്പൊ അന്നത്തിന് വേണ്ടിയിട്ട് ആണല്ലോ നമ്മൾ ഇവിടെ വരുന്നത്. പ്രവാസികളെ പ്രത്യേകിച്ചിട്ട് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? പ്രവാസികളെ ഒരു കാഴ്ചപ്പാട്. നിങ്ങളിപ്പോ 4 വർഷം കഴിഞ്ഞിട്ട് ആണല്ലോ, ഇപ്പൊ നാട്ടില് 4 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ നാട്ടിലെ ആൾക്കാര് നമ്മള് പ്രവാസ ലോകത്ത് ഒരുപാട് ജോലി ചെയ്തിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പോകുന്നതാണല്ലോ. അപ്പൊ നിങ്ങള് നീണ്ടൊരു പ്രവാസ ജീവിതമായിരുന്നു. ഒരു 15 വർഷം എന്നൊക്കെ പറയുമ്പോഴേക്ക് ഒരു ചെറിയൊരു സംഖ്യ അല്ല. അപ്പൊ ആ ഒരു ഈ നാട്ടിലെ ആൾക്കാരെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? അതായത് ഞാൻ പറയുന്നെന്ന് പറഞ്ഞാല് നമ്മളെ പ്രവാസി എന്ന് പറഞ്ഞാല് നമ്മള് പ്രവാസിയായിട്ടിരിക്കുന്ന നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നാട്ടിലുള്ള ആളുകൾ നല്ല കോലത്തില് അതാണ്. കഷ്ടപ്പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, മക്കളെ കാണാത്ത, ഭാര്യനെ കാണാത്ത, ഉമ്മാനെ കാണാത്ത ആ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടെങ്കിലും പിന്നെ നമുക്ക് മനസ്സിന് സമാധാനം തരുന്നത് എന്ന് പറഞ്ഞാല് നമ്മളെ എന്താ പറയണ്ടേ, നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തില് നമ്മള് ഇവിടെ ജോലി ചെയ്യുന്നത് അല്ലേ? ഓക്കെ. ശരിക്കും ചില ആൾക്കാർക്ക് പ്രവാസികൾക്ക് സ്നേഹം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതൊരു ടാസ്ക് ആയിരിക്കും. അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ല, എന്റെ അനുഭവത്തില് ഉണ്ട്, സ്നേഹം കിട്ടുന്നുണ്ട്. ബാഡായിട്ടുള്ള ഒരു അനുഭവം ഇല്ല. ഓക്കെ. അല്ല, അത് സംഭവം ശരിയായിരിക്കും. അതെ, ഓക്കെ. അല്ല, ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ കേരളത്തിൽ ഇപ്പോ ഈ പത്തേമാരി എന്ന് പറയുന്ന ഒരു സിനിമ വന്നു. സംഭവം ശരിക്കും ഒരു പത്തേമാരി മമ്മൂട്ടിയുടെ. അതേപോലെ തന്നെ നമ്മുടെ അറബിക്കഥ എന്ന് പറയുന്ന ശ്രീനിവാസന് ലാൽ ജോസിന്റെ ഒരു അതിലൊക്കെ ശരിക്കും ഒരു പച്ചയായ ഒരു പ്രവാസ ലോകത്തിന്റെ എനിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയമാണ് ശരിക്കും അവർ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോ ആ ഒരു ഇത് കണ്ടിട്ടും ചിലപ്പോ ചില പ്രവാസികളെ അംഗീകരിക്കാത്ത ഒരു ഫാമിലിയോ അല്ലെങ്കിൽ ആ സിനിമ പറഞ്ഞപ്പോ നമ്മളെ അറബിക്കഥയാന്ന് തോന്നുന്നു, സുരാജ് വെഞ്ഞാറമൂട്. അതെ, ശരിയാണ്. റമദാൻ മാസത്തില് നോമ്പ് സുരാജ് വെഞ്ഞാറമൂട് ബാക്കിയുള്ള ഭക്ഷണം എടുത്തിട്ട് പോകുന്നുണ്ട്. അതെ, അത് നമ്മളെ കണ്ണിന്റെ മുന്നിൽ പല ആൾക്കാരും നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിയാണ്, അതെല്ലാം വളരെ കറക്റ്റാണ് ആ സിനിമയിൽ കാണുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് പറയാനും ഉദ്ദേശിക്കുന്നത് നമുക്ക് ആരോടൊന്നും പറയണമല്ലോ. അത് ചില ആൾക്കാർ നമ്മൾ സ്വീകരിക്കൂല. നമ്മൾ പറയുന്നത് ഇപ്പൊ ഒരു പ്രവാസികള് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അനുഭവം പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കാനോ പറയാനോ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ട് ഇപ്പൊ കേൾക്കാനുള്ള ആൾക്കാർ ഉണ്ടാവൂല. ഇപ്പൊ നമ്മൾ പറയുമ്പോഴേക്ക് ഗൾഫിൽ പോകുമ്പോൾ നമ്മളെ കൊണ്ടാക്കാൻ ആൾക്കാർ വരും, നമ്മളെ എയർപോർട്ടിൽ നിന്ന് ഇറക്കിയിട്ട് കൊണ്ടുപോകാൻ ആൾക്കാരൊക്കെ വരും. അതൊക്കെ ആ ഒരു ഇത് കഴിഞ്ഞെങ്കിലും സംഭവം ശരിക്കും അത് കാണുന്നില്ല. എന്റെ ഒരു കാഴ്ചപ്പാടില് പ്രവാസികൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരം ശരിക്കും കിട്ടുന്നില്ല എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. വ്യക്തിപരമായിട്ടില്ലായിരിക്കും, ചിലപ്പോ മറ്റാൾക്ക് പറയാൻ ഉണ്ടാവായിരിക്കും. പക്ഷെ എന്റെ ഒരു അഭിപ്രായം അതാണ് എന്റെ തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എങ്ങനെ കിട്ടുന്നില്ല? നാട്ടിൽ നിന്ന് കിട്ടുന്നില്ല. നാട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ അങ്ങനെ ചില ആൾക്കാർക്ക്. എല്ലാവർക്കും നാട്ടിൽ നിന്ന് ഗവൺമെന്റ് പരമായിട്ടുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? എല്ലാ മേഖലയിലും അങ്ങനെ പറയാൻ പറ്റൂല. നമ്മളെ കുടുംബവും സുഹൃത്ത് ബന്ധമെല്ലാം ആലോചിച്ച് കഴിഞ്ഞാൽ എന്റെ
നിങ്ങളുടെ ഓക്കെ ഓക്കെ. എന്റെ ഇതില് വളരെ നല്ലതാണ്. പിന്നെ ഗവൺമെന്റ് തലം നോക്കിക്കഴിഞ്ഞാല് നമ്മളിപ്പോ ഇതിനു മുമ്പ് ഞാനിവിടെ ഉണ്ടായ സമയത്ത് നമ്മുടെ നോർക്കന്റെ കാർഡ് ഭയങ്കര വിലയാന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ക്യൂ നിന്നിട്ട് എടുത്തത്. അവിടെ കൊണ്ടുപോയി ഒരു ഇലേന്റെ വില പോലെ ഉണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ. അതന്നെ സംഭവിച്ചാല് ഈ ചില ആൾക്കാരെ കുടുംബത്തിലും അതൊരു നമ്മള് കഷ്ടപ്പെടാൻ പോയിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഫീലിംഗ് ആൾക്കാർക്ക് വരുന്നില്ല. ഇപ്പൊ ഈയിടെ ആയിട്ട് ഒരു കൊല്ലത്തും തിരുവനന്തപുരത്തും തോന്നുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അവസാനം ഇയാള് നാട്ടിലെത്തുമ്പോഴേക്ക് സംഭവിച്ചാല് ഇയാൾക്കൊന്നുമില്ല. അവസാനം അയാള് അനാഥ മന്ദിരത്തിലവിടെ പോയി, അല്ലെങ്കിൽ എവിടെ മറ്റേ പിച്ചെടുക്കാൻ ബസ് സ്റ്റാൻഡിൽ എവിടെ പോയി ജീവിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. അപ്പൊ ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് ഈ പ്രവാസ ലോകത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ ഇത് മൊത്തത്തില് പറയാൻ പറ്റൂല. കാരണം എന്ന് പറഞ്ഞാല് ഇയാൾ ഈ ഒറ്റപ്പെടുത്തിയ വ്യക്തികൾ ജീവിച്ച ചുറ്റുപാട്, ഓക്കെ, അവരുടെ കുടുംബത്തിൽ അവർ ജീവിച്ചു വന്ന ചുറ്റുപാടില് അവരെന്താണ് പഠിച്ചത് അതാണ് അവര് മുതിർന്നപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നത്. ശരിയാണ് ശരിയാണ്. എല്ലാ പ്രവാസികളും ഭാര്യമാരോ അല്ലെങ്കിൽ കുടുംബക്കാരോ അങ്ങനല്ല. അല്ലല്ല, അത് തീർച്ചയായും ചുറ്റുപാട്. ഓക്കെ ഓക്കെ, സമ്മതിച്ചു, അത് ശരിയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരെ കുറിച്ചിട്ടൊന്നുമല്ല. ഇപ്പൊ പ്രവാസികൾക്ക് ഞാൻ പറഞ്ഞില്ല, പ്രവാസികൾക്ക് കിട്ടേണ്ട ഒരു അംഗീകാരം ഈ നമ്മുടെ രാജ്യത്തിന്റെ ആണോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിന്റെ ആണോ കിട്ടുന്നില്ല എന്നുള്ളത് പറയാൻ കാരണം കൂടുതൽ ആൾക്കാരും ഇപ്പോ ഒരു 2 മാസത്തെ ലീവിലാണ് പോകുന്നത്. ഇപ്പോ നാട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു അസുഖം വന്നാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ ബുദ്ധിമുട്ട് വന്നാലും ഒരു വീഡിയോ ആക്കിയിട്ട്, ഇപ്പൊ ഉദാഹരണത്തിന് ഒരുപാട് ചാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവരെല്ലാം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാങ്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. തിരിച്ചു വന്നതിൽ വല്ല എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ, ബിസിനസ്സോ അങ്ങനെ അവരിത് പറഞ്ഞു പഴയ ജോലി തന്നെ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനാണോ താല്പര്യം? പഴയ ജോലിയോടൊപ്പം എക്സ്പോർട്ടിങ് ഉദ്ദേശിച്ചിട്ടാണ് വന്നത്. അതെ, ഓക്കെ. അതെന്താന്ന് അറിയില്ല. അപ്പൊ ഇപ്പൊ വിസ അടിക്കാനുള്ള പ്ലാൻ ഉണ്ട്? അതെ, ഞാൻ വീണ്ടും പ്രവാസ ലോകത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഓക്കെ. അപ്പൊ എനിക്ക് മുമ്പ് ഉണ്ടായ ആളായതുകൊണ്ട് എനിക്ക് പല ആൾക്കാരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ അൻവർക്ക് നന്നായിട്ട് പാടും, നല്ലൊരു കലാകാരന് ഉള്ളിൽ ഒളിച്ചു നിൽക്കുകയാണ് എന്നൊക്കെ പറയാം. അപ്പൊ നാട്ടില് വല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, നമ്മള് നാട്ടിലിങ്ങനെ സുഹൃത്തുക്കളിലായിട്ട് ഇങ്ങനെ വെറുതെ, പിന്നെ കല്യാണ വീടുകളിലും പാടും. ഓക്കെ. പിന്നെ ഇവിടുന്ന് അങ്ങനെ മുമ്പ് സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ കടപ്പുറമെല്ലാം പോയിട്ട് പാടാറുണ്ട്. ഓക്കെ. അപ്പൊ ഇതില് നല്ലൊരു അനുഭവങ്ങൾ വല്ലതുണ്ടോ? എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ എവിടെയെങ്കിലും സ്റ്റേജിൽ പാടിയതോ? അല്ലെങ്കിൽ നാട്ടില് ഒരുപാടുണ്ട്. എവിടെയായിരുന്നു നാട്ടിൽ ഇതുപോലെ ആരാധകരൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ? ഇങ്ങനെ ഞാന് മൂസക്കാന്റെ ഇതിൽ പാടിയിട്ടുണ്ട്. എരിഞ്ഞോലി മൂസക്കാടൊക്കെ പാടിയിട്ടുണ്ട്. മൂസക്കാടെ കൂടെ അല്ല, അവരെ ട്രൂപ്പിലല്ല, അതില് പാടാൻ ഒരു അവസരം കിട്ടിയിരുന്നു 1-2 പ്രാവശ്യം. ഓക്കെ. പിന്നെ നമ്മുടെ അയൽപക്കത്തുള്ള ആളാണ് ജോയ് പീറ്റർ. മരിച്ചുപോയി. ഓക്കെ. ജോയ് പീറ്ററിന്റെ സ്റ്റേജിലും പാടാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ റംല ബീഗം. ഓക്കെ. നല്ല ടീമിന്റെ ഒക്കെ അവസരം കല്യാണ വീട്ടിൽ നിന്നാണ്. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അത് സ്വന്തമായിട്ട് ഇങ്ങനെ ഈ ജന്മനാനെ കിട്ടിയ കഴിവാണോ, അല്ലെങ്കിൽ പാട്ട് പഠിക്കാനോ, അല്ലെങ്കിൽ അങ്ങനെ? പഠിക്കാനൊന്നും പോയിട്ടില്ല. ജന്മനാനെ കിട്ടിയ ഒരു കഴിവായിരുന്നു. അതായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല? ഇല്ല, ഒരുപാട് വിളിച്ചിരുന്നു. തലശ്ശേരി ഒരു YM ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. ഓക്കെ. അതിൽ നിന്ന് ഇവിടെ ഗൾഫിൽ നിന്ന് വരുന്നതിന് മുമ്പ് ജസ്ല സലീം എന്നൊക്കെ പറഞ്ഞിട്ട്, അത് കണ്ണൂര് അതന്നെ. അവര് കണ്ണൂർ തലശ്ശേരിയിൽ ഒരുപാട് കലാകാരന്മാരുണ്ട്, ഇഷ്ടം പോലെ കലാകാരന്മാരുണ്ട്. അത് കൂടുതലും മാപ്പിളപ്പാട്ട് ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതലുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇവിടെ ഈ കസബില് വന്നിട്ട് എവിടെയോ ഇന്ത്യൻ സ്കൂളിൽ അങ്ങനെ എന്തോ ഒരു പറയുന്നത് കേട്ടോ? ഇന്ത്യൻ സ്കൂളിൽ ഒരു ഉച്ചവരെയുള്ളൊരു ജോലി ഉണ്ടായിരുന്നു. ഓക്കെ. ജോലി എന്ന് പറഞ്ഞാല് ക്ലീനിങ് ആണ്. ഓക്കെ. അപ്പൊ അന്നത്തെ ഹെഡ് മാസ്റ്റർ പേര് ഹമീദ് എന്നാണ് എന്റെ ഓർമ്മ. പിന്നെ ചാന്ദിനി ടീച്ചർ, ലിജ ടീച്ചർ, വനജ ടീച്ചർ, ഷമ ടീച്ചർ, അങ്ങനെ. എത്ര വർഷം മുമ്പാണ്? അത് ഏകദേശം 2005 മുതൽ അങ്ങോട്ടാണ് തോന്നുന്നു. 2005 മുമ്പ് വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞാലോ. 10-15-20 വർഷമായിട്ട് പോലും അവരെ പേരുകൾ പോലും ഓർത്തു വെക്കുകയാണ്. അല്ല, അത് മറക്കാൻ പറ്റൂല. കാരണം ഈ
ഫ്രീ ടൈം, അതായത് ക്ലാസ്സിൽ ഈ 1ാം ക്ലാസ് 2ാം ക്ലാസ് അങ്ങനെയുള്ള ഇതില് ടീച്ചർമാർ ഇല്ലാത്ത സമയത്ത് ഈ ഹമീദ് മാഷ് എന്നോട് ഇരിക്കാൻ പറയും. ഓക്കെ. ഞാൻ ചെറിയ മക്കളല്ലേ, ഓക്കെ ശരി, ഞാൻ ഇങ്ങനെ പാട്ട് പാടി കൊടുക്കും പിള്ളേർക്ക്. നല്ല നല്ല മക്കളാ. ഓക്കെ. അതിനെ കുറിച്ച് ടീച്ചർ കേട്ട് അപ്പൊ അവിടെ ഒരു സ്കൂളിന്റെ പരിപാടി വന്ന്, ഇന്ത്യൻ സ്കൂളില് പരിപാടി വന്നേരം നമ്മളെ ഈ വനജ ടീച്ചർ, വനജ ടീച്ചറുടെ ഭർത്താവ് കുറച്ചു മുമ്പ് മരിച്ചുപോയി. ഓക്കെ. ഒരു 8-10 കൊല്ലായി. അപ്പൊ ടീച്ചറെ മോള് ചെറുതായിരുന്നു, ഇപ്പൊ വണ്ണം വെച്ചിട്ടുണ്ടാവും. ആ കുട്ടിക്ക് ഒരു ലളിതഗാനം പാടി കൊടുക്കാൻ വേണ്ടി, പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഒരു ലളിതഗാനം പഠിപ്പിച്ചു കൊടുത്ത് അതിന് ഫസ്റ്റും കിട്ടി. അതുകൊണ്ട് ആ ഓർമ്മയെല്ലാം മറക്കാൻ പറ്റാത്ത ഒരു സ്മരണ. അപ്പൊ ഏത് പാട്ട്, ലളിത പാട്ടാണ് അത്? കഴിഞ്ഞു പോയ കാലം എന്ന് പറഞ്ഞിട്ടൊരു, അത് 2 വരി ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് എടുക്കുന്ന, ജസ്റ്റ് 2 വരി. അത് വേണം ഒന്ന്, ജസ്റ്റ് 2 വരി. നമുക്ക് വേണമെങ്കിൽ ഈ കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ ചാനലില് പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാം ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ മോഹം കടലിനക്കരെ, ഓർമ്മകളെ ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുലഞ്ഞു പിടയുന്നു ഞാൻ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ മോഹം കടലിനക്കരെ. അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു കലാകാരനാണ് കേട്ടോ സംഭവം, നല്ലൊരു കലാകാരനാണ് സംഭവം. ശ്രദ്ധിക്കാതെ പോയി സംഭവം. ശരിക്കും ഈ ഹിന്ദി പാട്ടിനോടാണ് കൂടുതലും താല്പര്യം ഉണ്ടായിരുന്നല്ലേ? ഹിന്ദി, തമിഴ്, ക്രിസ്ത്യൻ ഭക്തിഗാനം, മാപ്പിളപ്പാട്ട്, അങ്ങനെ ഇന്നതൊന്നുമില്ല. മൊത്തത്തില് ഒരു ഡസൻ കണക്കിന് ഇങ്ങനെ ഉണ്ടല്ലേ, ഒരു മിക്സ്ഡ് ഇതല്ലേ? ഓക്കെ. ഇപ്പോ നമ്മുടെ ഈ പ്രവാസികളോടില്ലേ, ശരിക്കും പ്രവാസികളോട് നിങ്ങൾക്ക്, ഇപ്പൊ ഉള്ള പ്രവാസികളോടാണെങ്കിലും എന്നെ വരാൻ പോകുന്ന പ്രവാസികളോടും എന്നെ വരാൻ ഉദ്ദേശിക്കുന്ന പ്രവാസികളോടൊക്കെ ആയിട്ട് അൻവർക്കൊക്കെ എന്താണ് പറയാനുള്ളത്? അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞാല്, പ്രവാസിയായിട്ട് നമ്മളിവിടെ വന്നു കഴിഞ്ഞാല് എനിക്കെല്ലാം പറ്റിയ അബദ്ധാണ്. ഒരു സെക്കൻഡ് അല്ല, ഒരു മിനിറ്റെങ്കിലും, ഒരു മിനിറ്റ് വെറുതെ കളയരുത്. കാരണം നമ്മളെല്ലാം വെറുതെ ഒരുപാട് വേസ്റ്റ് ആക്കി. 10 റുപ്യ ഉണ്ടാക്കാൻ പറ്റുന്ന ആ സമയത്ത് ഉണ്ടാക്കിക്കോളാം. നമ്മളെല്ലാം കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ പിടിച്ചിട്ടില്ല എന്നുള്ളൂ. അവിടെ ഒരു കട ഉണ്ടായിരുന്നു, 2-3 പണിക്കാരുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അമിതമായിട്ട്, ഇപ്പോഴത്തെ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ, അതും 20 വർഷത്തെ അമിതമായിട്ട് ഒരു കൂട്ടിനെ വിശ്വസിക്കാൻ പാടില്ല. ആരും വിശ്വസിക്കാൻ പാടില്ല. നമുക്ക് ലക്ഷക്കണക്കിന് ഉറപ്പ് വീട് കിട്ടാണ്ട്. പിന്നെ ഒരാളെ അവസ്ഥ ഞാൻ ചോദിക്കാനും പിടിക്കാനും നിൽക്കല്ല. ശരിയാണ്. നമ്മളെ കട്ടിയും വളരെ മോശമായ അവസ്ഥയാണ്. പിന്നാന്ന് പറഞ്ഞാൽ എന്റെ കൂടെ അന്ന് 10-15 റിയാലിന് പണിയെടുത്ത ആൾക്കാർ ഇപ്പോ ഒരു ദിവസമോ, ഇന്നലെ ഞാൻ ചോദിച്ചാലും പറഞ്ഞു 1.5 റിയാലിന് പണിയെടുത്തു. അപ്പൊ അത്രയും ദയനീയാവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ. അതെ, നമ്മള് അന്ന് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റൂല. അതെ. ഇനി പുതിയ പെരുന്നാളോടും അത്രേ ഉള്ളൂ. നമ്മളെ അനുഭവം മറ്റാർക്കും ഉണ്ടാവില്ല. ഓക്കെ. ഇനിയിപ്പോ ഈ നമ്മുടെ വിസ കാര്യങ്ങളൊക്കെ ഇവിടെ സ്ഥിര ആവാനുള്ള ടൈമുകൾ എത്ര ദിവസം ഉണ്ടാവും? എങ്ങനെ? ഇതിപ്പോ ഞാൻ റിട്ടേൺ ടിക്കറ്റ് ഉണ്ട് 23-ാം തീയതി. അതിനു മുമ്പ് വിസന്റെ റെഡി ആക്കിയിട്ട് മെഡിക്കല് നാട്ടിൽ തന്നെ എടുക്കണമെന്നാ പറഞ്ഞത്. ഓക്കെ. അതെല്ലാം ചെയ്തിട്ട് പെട്ടെന്ന് വരും. വിസ ഇപ്പൊ ഇന്ത്യക്കാർക്ക് അടിക്കുന്നുണ്ടോ ഇപ്പൊ ഇവിടെ? ഇല്ല, അടിക്കുന്നില്ല. ഈ ഓൾറെഡി ക്യാൻസൽ ആയ വിസ ഉണ്ടല്ലോ, അടിച്ചിട്ട് ആളുകള് ക്യാൻസലായ വിസകള്, വേക്കൻസി, അതിലാണ് അടിക്കാൻ പോകുന്നത്. ഓക്കെ. അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെ? പറ്റും. ഉള്ള വിസ, അതായത് ഓൾറെഡി അർബാവിന്റെ ഉള്ള വിസനെ ഇതാക്കും. ആരെങ്കിലും ക്യാൻസൽ ആയിട്ട് പോയതുണ്ടെങ്കിൽ അത് നമുക്ക് പഠിച്ചിടാൻ പറ്റും. അങ്ങനെ. ഓക്കെ. ഓക്കെ. ഇത് നല്ലൊരു പുതിയൊരു അറിവ് കേട്ടോ സംഭവം. ഇത് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ, അതായത് ക്യാൻസലാക്കി പോയാൽ അത് ക്യാൻസൽ ആയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് രണ്ടാമത് വേറൊരാൾക്ക് അതിൽ വേക്കൻസി ആയിട്ട് കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. കയറാൻ പറ്റും. അപ്പൊ പ്രവാസികൾക്ക് ഈ കൊടുത്തൊരു നല്ലൊരു ഇതും കൊടുത്ത്, അതുപോലെ തന്നെ ഇനി പുതിയ, അതായത് ഈ അർബാബിന്റെ ഷോപ്പിൽ ഒരാൾ വന്നിട്ട് അയാൾ ക്യാൻസൽ ആകുമ്പോൾ അയാളെ വേക്കൻസി വേറൊരാൾ വേണമല്ലോ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടി. ഓക്കെ. അപ്പോ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിൽ നമുക്ക് കാര്യങ്ങൾ പറയാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലായിട്ട് ഇഷ്ടംപോലെ പാട്ടുകളും അതുപോലെ കഥകളും അഭിനയം വല്ലതും പരിചയമുണ്ടോ? അഭിനയം ചെറുപ്പത്തിൽ സ്കൂളിൽ നാടകം.
ഓക്കെ. അല്ല ഇനിയിപ്പോ ഇതുവരെ അഭിനയിച്ചില്ല, ഇനി അഭിനയിച്ച് ജീവിക്കണം കസബ്. അപ്പൊ ഓക്കെ, എല്ലാവർക്കും ഒന്ന് എന്റെ പ്രേക്ഷകരോട് എന്ത് പറയാണ് നമ്മുടെ ചാനൽ പരപ്പ ബ്ലോഗിനോട് നമ്മളെ പരപ്പ ബ്ലോഗ് എന്ന് പറയുന്ന ഈ ചാനല് നിങ്ങള് പരമാവധി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ബെല്ലൈക്കനെ അടിച്ച് പൊട്ടിക്ക് മക്കളെ. ഓക്കെ, ബൈ.